It's really good. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി 4 മണി കാപ്പിയാണ്. മടക്കസാനം എന്ന് പലയിട കോട്ടയം ആ സൈഡുകളൊക്കെ പറയും, അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ എലഞ്ചി എന്ന് പറയും. വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും സ്വാഗതം. മടക്കസാനം ഉണ്ടാക്കാനായിട്ടുള്ള അതിൻ്റെ മസാല ഉണ്ടാക്കാം. തേങ്ങ കൊണ്ടുള്ളൊരു ഫില്ലിങ്ങാണ്. ഇതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് സ്വല്പം ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കാടം പൗഡർ, നുള്ളു ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഷുഗർ വേണമെങ്കിൽ ഷുഗർ ഉപയോഗിക്കാം, അതല്ല ജാഗരി വേണമെങ്കിൽ ജാഗരി ഉപയോഗിക്കാം. ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഇത്രയും മതി. ജസ്റ്റ് സാധാരണ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എപ്പോഴും നല്ല ഫ്രഷ് തേങ്ങയാണ് കേട്ടോ ഇതിന് നല്ലത്, ഉണക്ക തേങ്ങയേക്കാളും. ഇനി ഇതിന് വേണ്ട ബേസ് ഉണ്ടാക്കാം. 1 കപ്പ് മൈദയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പീസുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഏകദേശം ദോശയുടെ അതേ രീതിയിൽ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാം. പക്ഷേ ഇന്ന് പിള്ളേർ പിള്ളേർക്ക് മൈദ കൊണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് പീസുകളെല്ലാം ഉടച്ചതിന് ശേഷം അതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. അത് സോൾട്ടാണ്. ഇതിന് ഈ ബേസിന് ആർക്കും കളർ വേണമെന്നുണ്ടെങ്കിൽ ഏത് ഫുഡ് കളർ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ആയിട്ടുള്ളൊരു തിക്നെസ്സാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഇതുകൊണ്ട് ഉണ്ടാക്കാം, ബേസ് ഉണ്ടാക്കാം. നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട്. ഇനി കല്ലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പരത്തുക. ദോശ പരത്തുന്ന പോലെ തന്നെ പരത്തി വിട്ടാൽ മതി കേട്ടോ. കോക്കനട്ട് വെച്ച് കൊടുക്കാം. ഒരു 3 സ്പൂണങ്ങ് വെച്ചാൽ മതിയേ. ഞാൻ അതിൻ്റെ മുകളിലേക്ക് സ്വല്പം ബനാന നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആദ്യം സൈഡിൽ നിന്ന് മടക്കി കൊടുക്കണം. ഈ സൈഡിൽ നിന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം ഇത് ഇവിടെ നിന്ന് മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പതുക്കി എടുക്കാം. ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. It's really good. You can barely taste the coconut because of the banana. It gives it all the yums. And then next comes like coconut, and then this thing. It's so good. Yum. It's really good. It's really good. You should also try this. It tastes really nice. I like the coconut and the banana. I like how the coconut and the banana goes well together. Thank you. Please hit the notification bell. Hey, listen to him. Please hit the notification bell down below. You always want to copy me. No, I'm your role model, aren't I? Please like, share, and subscribe this video, and subscribe to this channel and post. പിള്ളേരെല്ലാം കഴിച്ചു കഴിഞ്ഞു. അവർ വളരെ ഇഷ്ടപ്പെട്ടില്ല, അടിപൊളിയല്ല, അവർ വളരെ നന്നായിരുന്നാണ് പറഞ്ഞത്. ഇനി എൻ്റെ ചാൻസാണ്, ഞാൻ കഴിച്ചു നോക്കുവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അടിപൊളിയായിട്ട് നമ്മളെല്ലാം വീട്ടിലുണ്ടാക്കുന്നതാണ്. എങ്കിലും ബനാന ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളെല്ലാം അറിയിക്കുക.